വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അൽഹംദുലില്ലാ, ഞങ്ങൾ കാത്തിരുന്ന ദിവസം വന്നിരിക്കുകയാണ്, ഹൗസ് വാമിംഗ് ഡേ. അപ്പം ഞങ്ങൾ ഒരു വർഷത്തിന് മേലെയായി ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. എല്ലാ ആളുകളെയും പോലെ ഒരു വീട് എന്ന സ്വപ്നം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു നിമിഷത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും അവസാനം ഞങ്ങളുടെ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഉറങ്ങിയിട്ട് പോലും ഇല്ല. അത്രയും വീട് ക്ലീൻ ചെയ്യാനും അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടങ്ങളിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സുബഹിക്ക് വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് ദൂരെയാണ് ഞങ്ങളുടെ വീട്. അങ്ങനെ എല്ലാവരും കൂടി, കുറച്ച് റിലേറ്റീവ്സ് എല്ലാവരും കൂടി ഞങ്ങൾ സുബഹിക്ക് വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് അവിടെ എത്തി. അങ്ങനെ ആ ദിവസം ഞങ്ങൾ ഖുർആനും കൊണ്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറി. സുബഹിക്ക് പാല് കാച്ചുന്ന സമയത്ത് ഒരുപാട് റിലേറ്റീവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാം ഒരൊറ്റ ദിവസം തന്നെയായിരുന്നു ഞങ്ങളുടെ ഫംഗ്ഷൻ. സുബഹിക്ക് പാല് കാച്ചൽ, അത് കഴിഞ്ഞ് മൗലൂദ്, ഉച്ചയ്ക്ക് ഫംഗ്ഷൻ, രാത്രി റാത്തീവ്, എല്ലാം ഒരൊറ്റ ദിവസം തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ടെൻഷൻ ഇല്ലാതില്ല. കാരണം എല്ലാം ഒരു ദിവസം ആയതുകൊണ്ട് നമ്മൾ ഫുൾ ടയേർഡാകും. പിന്നെ അയിനൂനെ നോക്കണം, നല്ല തിരക്കുണ്ടാകും, എല്ലാം ഭക്ഷണങ്ങളെല്ലാം എല്ലാവർക്കും എത്തണം. എല്ലാം കൊണ്ടും നല്ല ടെൻഷനായിരുന്നു. ഒരു ഭാഗത്ത് സന്തോഷമുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ടെൻഷനും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പാല് കാച്ചുന്ന തൊട്ട് വീടിൻ്റെ ഹൗസ് വാമിങ് എല്ലാം ത്രൂ ഔട്ട് ഒരു വീഡിയോ ആക്കണം, യൂട്യൂബിൽ ഇടണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹം വെറുതെ ആയി. എനിക്കൊന്നിനും പറ്റിയില്ല. ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ വീഡിയോ എടുത്തത് ചേർത്തിട്ടാണ് ഞാൻ ഇതെങ്കിലും ആക്കിയത്. പിന്നെ രാവിലെ സുബഹിക്ക് പാല് കാച്ചലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പരിപാടി ഞങ്ങൾ മൗലൂദിനുള്ള തിരക്കാണ്. മൗലൂദിനുള്ള ഫുഡ് ഉണ്ടാക്കണം. ഉസ്താദ്മാർ വരുമ്പോൾ അവർക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം. കുട്ടികൾ ഒരു ഭാഗത്ത് കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അടുക്കളയിൽ ഫുൾ സാധനങ്ങളായിട്ട് ഒരു ഇഞ്ച് സ്ഥലം ഇല്ലാണ്ട് നിൽക്കുകയായിരുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുക്കാൻ പറ്റുന്നു. കാരണം സ്ഥലം നമ്മുടെ തൊട്ടടുത്തല്ല വീട്. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും കുറേ അവിടെയും ഇവിടെയും വലിച്ച് വാരി കിടക്കുകയായിരുന്നു. ഇതെല്ലാം നീറ്റാക്കണം എന്നുണ്ടെങ്കിൽ നല്ല പാടാണ്. കാരണം അയിനൂനെ വെച്ച് അയിനു 2 ദിവസമായിട്ട് തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അയിനു ഒന്ന് ഒതുങ്ങിയിരിക്കണമായിരുന്നു. ഈ വീഡിയോ ഒരു കറക്റ്റായിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല. കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ പേര്, എൻ്റെ കസിൻസൊക്കെ എടുത്ത കുറച്ച് വീഡിയോ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ കുറേ ഭാഗങ്ങൾ മിസ്സിങ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മൾ വീടിൻ്റെ ഉള്ളിലത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഹൗസ് വാമിംഗ് വെച്ചത്. കുറച്ച് മാത്രം വെളിയിൽ ചെറിയ ചെറിയ പണികൾ മാത്രം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫർണിച്ചറുകൾ ഇട്ടിട്ട് അതിലേക്ക് വേറെ ബെഡോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം നമ്മൾ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. കാരണം ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഒരുപാട് കൺജഷൻ ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് ഫർണിച്ചറുകളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അതിലേക്ക് എത്തിപ്പെടുക പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നല്ല കഷ്ടപ്പാടുകളുണ്ടാവും. ഇതുപോലെ ഞങ്ങളെപ്പോലെ ഒരുപാട് പേരിങ്ങനെ ഒരു വീട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വീട് പണിയാൻ പോകുന്നവരായിക്കോട്ടെ, പണിതവരായിക്കോട്ടെ, അത് സ്റ്റാർട്ടിങ് ചെയ്തു വെച്ചവരായിക്കോട്ടെ, എല്ലാവർക്കും എത്രയും പെട്ടെന്നൊരു വീട് ആവട്ടെ. പാല് കാച്ചുന്ന സമയത്ത് അതിന് ചെറിയൊരു ഉറക്കത്തിൻ്റെ ഒരു ഇതായിരുന്നു. അതിനെ ഒക്കത്തിൽ വെച്ചിട്ട് തന്നെയാണ് എല്ലാം ചെയ്തത്. അതിന് ആരുടെ അടുത്തേക്കും പോകണ്ടായിരുന്നില്ല, കാരണം ഉറക്കം ശരിയായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഫംഗ്ഷന് കുറച്ച് ആൾക്കാരായിട്ട് വരാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. അത്രയും തിരക്കായതുകൊണ്ട് ഒന്നും നമ്മുടെ കയ്യിലല്ല പറയില്ല. ആ ഒരു സിറ്റുവേഷനായിരുന്നു. എല്ലാവരും ഓരോ വഴിക്കായിരുന്നു. ആരെയും കാണാനും പറ്റില്ല. ഇക്കൊരു ഭാഗത്ത് ഉപ്പൊരു ഭാഗത്ത് എല്ലാവരും ഓരോ ഭാഗങ്ങളിലായിരുന്നു. പാല് തിളച്ച ശേഷം ആ പാല് കൊണ്ട് കുറച്ച് പാലായിട്ട് വേണ്ടവർക്ക് അങ്ങനെ വെച്ചു, അല്ലാത്തവർക്ക് ചായയായിട്ട് വെച്ചു. കുറച്ച് പാല് നമ്മൾ ഇതുപോലെ ആർക്കെങ്കിലും വരുന്ന സമയത്ത് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ പാല് മാറ്റി വയ്ക്കുകയും ചെയ്തു. അങ്ങനെയായിരുന്നു നമ്മൾ ആ പാല് കാച്ചൽ സമയത്തുള്ള പാലെല്ലാം യൂസ് ചെയ്തത്. ഇതിനൊക്കെ അപ്പുറം നമുക്കൊരു നല്ല റിസൾട്ട് എന്ന് പറയുന്നത് വരുന്ന ആൾക്കാരുടെ ആ ഒരു വാക്ക്. അതാണ് നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര സ്ട്രെസ് ആണെങ്കിലും അവർ വന്നിട്ട് നമ്മുടെ അടുത്ത് വീട് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ
ചുറ്റുമുള്ളതൊക്കെ മറക്കുന്നു പറയില്ല, ആ ഒരു അവസ്ഥയാണ്. നമ്മൾ ഇത്രയും കാലം എഫേർട്ട് എടുത്തതിന് ഒരു റിസൾട്ട് കിട്ടിയെന്ന് പല ആൾക്കാരും നമുക്ക് പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എല്ലാവരും ഓരോ ഭാഗങ്ങളും ഓരോ സാധനങ്ങളും എല്ലാം നന്നായിട്ടുണ്ട്, ഇത് എവിടെ നിന്ന് എടുത്തത്, എങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കുള്ളിൽ സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമായിരിക്കും. അത് ആ ഒരു നിമിഷം കൂടി ആകുമ്പോൾ നമുക്ക് ഇത്രയും എഫേർട്ടിന് നമുക്ക് റിസൾട്ട് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ നമുക്കതിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരിക്കും അത്. അന്നത്തെ ദിവസം തന്നെയായിരുന്നു നമ്മുടെ വീട് ഇങ്ങനെ ആക്കി തന്ന എല്ലാവർക്കും നമ്മുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഒരു ഡ്രസ്സ് കൊടുക്കുന്ന ഒരു ചടങ്ങ്. അത് നമ്മുടെ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മളെ വീടാക്കി പറയില്ല, അങ്ങനെ എല്ലാവരും ഒപ്പം നിന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. നമുക്കതിൽ ഒരുപാട് സന്തോഷമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി. അതുപോലെ തന്നെ അന്ന് ഭക്ഷണം എല്ലാവർക്കും വന്നവർക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. നമ്മളന്ന് തലശ്ശേരി ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ പായസം, ചിക്കൻ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആസ്വദിച്ച് കഴിക്കാനൊന്നും നമുക്ക് നേരം കിട്ടിയില്ല. ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് വേറൊരാൾ വന്നിട്ട് ഫുഡ് നന്നായിട്ടുണ്ട് പറയുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. അതേപോലുള്ള ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്കും. സത്യം പറഞ്ഞാൽ നല്ലോണം ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അന്ന്. അങ്ങനെ നമ്മുടെ ഹൗസ് വാമിങ് ഒക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. എല്ലാം ഭംഗിയായി. എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടപ്പെട്ടു, എല്ലാവരും എല്ലാം കൊണ്ടും റാഹത്തായി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് അന്ന് എടുത്തതുണ്ടായിരുന്നു. അത് ഈ വീഡിയോയുടെ ഒപ്പം തന്നെ ഞാൻ അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പറയാൻ വിട്ടുപോയി, അന്ന് എത്തിയ എല്ലാവരും അവരുടെ ഓരോ തിരക്കുകളും മാറ്റിവെച്ചിട്ടാണ് അന്നത്തെ ദിവസം നമ്മുടെ ഹൗസ് വാമിങ്ങിന് എത്തിയത്. അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കൂട്ടത്തോടൊപ്പം പല പാർട്ടിക്കാർ, പല MLA മാരും അന്ന് അവരുടെ ഓരോ തിരക്കുകളും മാറ്റിവെച്ച് വന്നവരാണ്. അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച ശേഷം പിന്നെ എൻ്റെ ഫ്രണ്ട്സുകളെ കാണുന്നത് എൻ്റെ ഹൗസ് വാമിങ്ങിനാണ്. അവർ കുറച്ച് പേര്, ഒരുപാട് പേർക്കൊന്നും അന്ന് എത്താൻ കഴിഞ്ഞില്ല, പക്ഷെ കുറച്ച് പേര് എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് സന്തോഷമായി എനിക്ക്.